1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ അസാധുവാക്കിയതിനെ തുടർന്നുള്ള പ്രതിസന്ധിക്ക് പരിഹാരമായില്ല. പണം മാറിക്കിട്ടാൻ ജനങ്ങൾ നെട്ടോട്ടത്തിലാണ്. എടിഎം കൗണ്ടറുകൾ നാളെ മുതൽ തുറക്കും. പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. വിവരങ്ങളുമായി സുനിൽ അരുമാനൂർ ചേരുകയാണ്. സുനിൽ, എന്തായാലും ഇന്ന് ബാങ്കുകൾ തുറന്നു പ്രവർത്തിച്ച 6 മണി വരെ എന്നുള്ള സമയം അത് പൂർത്തിയായിരിക്കുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? അഞ്ചു, ആദ്യ ദിവസത്തെ സമയം ബാങ്കുകളുടെ വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. 6 മണി വരെയാണ് സമയമുണ്ടായിരുന്നത്. ഈ സമയത്തിനുള്ളിൽ എത്തിയവർക്കൊക്കെ ഇടപാടുകൾ നടത്തി മടങ്ങാനായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും വീണ്ടും നിരവധി ആളുകൾ തങ്ങളുടെ കയ്യിൽ 500 രൂപ 1000 രൂപ നോട്ടുകളുമായി തന്നെയാണ് ഇപ്പോൾ നെട്ടോട്ടം ഓടുന്ന സാഹചര്യത്തിലേക്ക് വരുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ അവർക്ക് ഇത്തരത്തിൽ ബാങ്കുകളിലോ പോസ്റ്റ് ഓഫീസുകളിലോ മാറാനുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. നാളെ ATM കൗണ്ടറുകൾ പ്രവർത്തിച്ചു തുടങ്ങും. പക്ഷേ ATM കൗണ്ടറുകൾ തുടങ്ങുമ്പോൾ തന്നെ എടുക്കാവുന്ന തുകയ്ക്ക് ഒരു ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ തുക മാത്രമേ ATM-ൽ നിന്ന് പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ. 4000 രൂപ തന്നെയാണ് ATM-ൽ നിന്ന് പിൻവലിക്കാനുള്ള ഒരു ലിമിറ്റായി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വീണ്ടും കൂടുതൽ ആൾക്കാരും ബാങ്കുകളെ ആശ്രയിക്കാനാണ് സാധ്യത. കാരണം കൂടുതൽ എമൗണ്ട് വേണമെങ്കിൽ ബാങ്കുകളിൽ സ്ലിപ്പ് ഉപയോഗിച്ചുകൊണ്ട് എമൗണ്ട് വിഡ്രോ ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ തങ്ങളുടെ കയ്യിലിരിക്കുന്ന നോട്ടുകൾ 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ ബാങ്കുകളിൽ തന്നെ കൊടുത്ത് മാറ്റി വാങ്ങുന്ന നടപടികളിലേക്ക് തന്നെ കടക്കണം. നാളെയും അതുപോലെ ശനി ഞായർ ദിവസങ്ങളിലും എല്ലാ ബാങ്കുകളും തുറന്ന് പ്രവർത്തിക്കും എന്നുള്ളൊരു ഉറപ്പാണ് RBI നൽകിയിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഇപ്പോൾ ജനങ്ങളുടെ ജീവിതം കൂടുതൽ പ്രതിസന്ധിയാകാതിരിക്കാൻ വേണ്ടി ഈ പ്രശ്നത്തിൽ പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടും ഒരു ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ മന്ത്രിസഭാ യോഗ തീരുമാനമനുസരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കും പ്രധാനമന്ത്രിക്കും കേന്ദ്ര ധനമന്ത്രിക്കും കത്തയച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പോഴത്തെ ഒരു ആശങ്കയും അതുപോലെ തന്നെ ഈ ട്രഷറി ഇടപാടുകളിൽ വന്നിട്ടുള്ള ആശങ്കയൊക്കെ, കാരണം അതിന് പ്രത്യേകിച്ചൊരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകാത്തൊരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിലും ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന് ഈ കത്തിനകത്ത് ആവശ്യപ്പെടുന്നുണ്ട്. അത്തരത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തും നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇനി നമുക്ക് നാളെയും അടുത്തുള്ള ദിവസങ്ങളിലും കൂടെ അറിയുമ്പോൾ നമുക്ക് ഈ ഒരു നോട്ടുകളെല്ലാം തന്നെ ഈ ആളുകളുടെ കയ്യിൽ നിന്ന് മാറിയോ എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ധാരണയാവും. തീർച്ചയായും. എന്തായാലും സുനിൽ, കറൻസി പ്രതിസന്ധി അത് ജനങ്ങളെ വലിയ രീതിയിൽ തന്നെ ബാധിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നാളെ ATM കൗണ്ടറുകൾ തുറക്കുന്നതോടുകൂടി ഒരുപക്ഷെ ഏറെക്കുറെ ഒരു ആശ്വാസം ജനങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാകുമോ? തീർച്ചയായും. നാളെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നാളെ ATM-കൾ പ്രവർത്തിച്ചു തുടങ്ങുകയാണെങ്കിൽ നാളെ അവർ പറയുന്നത് 100 രൂപ നോട്ടുകളാണ് ATM-ൽ ഫില്ല് ചെയ്യുക എന്നാണ്. കാരണം 2000-ന്റെ നോട്ടുകളൊന്നും ATM-ൽ ഫില്ല് ചെയ്യുന്നില്ല. 100 രൂപ 50 രൂപ നോട്ടുകളാണ് ഫില്ല് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ചില ഇടങ്ങളിൽ ഇതിന് ഈ ഒരു അളവ്, അതായത് ഫില്ല് ചെയ്തിരിക്കുന്ന എല്ലാ കേന്ദ്രങ്ങളും പരിശോധിച്ച് തന്നെയാണ് ചെയ്യുന്നത്. 2000 രൂപയുടെ നോട്ട് ഫില്ല് ചെയ്യുന്ന ചില SBI-യുടെ ATM കൗണ്ടറുകളും ഉണ്ട്. മറ്റ് ബാങ്കുകളുടെ കൗണ്ടറുകളിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെ ഒരു സംവിധാനം. അത്തരത്തിൽ വരുമ്പോൾ നാളെ അത്യാവശ്യ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തുക ഇത്തരത്തിൽ ATM-ൽ നിന്ന് പിൻവലിക്കാവുന്നതാണ്. പക്ഷേ ഒരാഴ്ചത്തെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതൊക്കെ നോക്കുമ്പോൾ വലിയൊരു തുക ATM-ൽ നിന്ന് പിൻവലിക്കാൻ പറ്റില്ല. നേരത്തെ 15000 രൂപ വരെ ഒരു ദിവസം തന്നെ നമുക്ക് പിൻവലിക്കാനുള്ള ഒരു സൗകര്യമുണ്ടായിരുന്നു. ആ സൗകര്യം ഉണ്ടാവില്ല. 4000 രൂപ മാത്രമേ പിൻവലിക്കാൻ പറ്റൂ. അതേ 4000 രൂപ തന്നെ ആയിരിക്കും 500-ഉം 1000-ഉം കൊടുത്ത് മാറ്റി വാങ്ങുന്നതിൻ്റെയും ഒരു ലിമിറ്റ് വെച്ചിരിക്കുന്നത്. അതിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ഈ ഒരു 2 ദിവസങ്ങളിൽ, അതായത് ശനിയും ഞായറും കൂടെ ബാങ്ക് പ്രവർത്തിക്കുമ്പോഴും ATM-ഉം വളരെ സുഗമമായി പ്രവർത്തിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് എല്ലാവരും ഇരിക്കുന്നത്. ശരി, കറൻസി പ്രതിസന്ധി അതിപ്പോഴും തുടരുക തന്നെയാണ്. പണം മാറ്റിയെടുക്കാനുള്ള നെട്ടോട്ടത്തിൽ തന്നെയാണ് ജനങ്ങൾ. വിവരങ്ങളാണ് സുനിൽ അരുമാനൂർ നൽകിയത്. രാജ്യതലസ്ഥാനമായ ദില്ലിയിലെ പല ബാങ്കുകളിലും പുതിയ കറൻസി നോട്ടുകൾ എത്തിയില്ല. നോട്ടുകൾ മാറാൻ ബാങ്കിലെത്തിയ ഇടപാടുകാർ വലഞ്ഞു. പുതിയ നോട്ടുകൾ എപ്പോൾ എത്തുമെന്ന കാര്യത്തിൽ ബാങ്ക് അധികൃതർക്കും വ്യക്തതയില്ല. 1000, 500 രൂപ നോട്ടുകൾ മാറിയെടുക്കാനെത്തിയവരുടെയും പണം നിക്ഷേപിക്കാനെത്തിയവരുടെയും നീണ്ട നിര എല്ലാ ബാങ്കുകളിലും ദൃശ്യമാണ്. എന്നാൽ ഈ പണം മാറി നൽകാനുള്ള കറൻസി നോട്ടുകൾ ബാങ്കുകളിൽ എത്താത്തതാണ് ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി. റിസർവ് ബാങ്ക് ദില്ലി പ്രാദേശിക കേന്ദ്രത്തിന് വെളിപ്പാടകലെയുള്ള ബാങ്കുകളിലാണ് നോട്ട് ക്ഷാമം രൂക്ഷമെന്നതാണ് കൗതുകം. രാവിലെ മുതൽ നോട്ടുകൾ മാറാൻ ബാങ്കിലെത്തിയവർക്ക് മുന്നിൽ പുതിയ നോട്ടുകൾ എത്തിയില്ലെന്ന് പറഞ്ഞ് ബാങ്ക് അധികൃതർ കൈമലർത്തി. മാറി നൽകാനുള്ള 2000-ന്റെയും 100-ന്റെയും നോട്ടുകളാണ് ബാങ്കുകളിൽ എത്താത്തത്. നോട്ടുകൾ എപ്പോൾ എത്തുമെന്ന കാര്യത്തിൽ ബാങ്ക് അധികൃതർക്കും വ്യക്തതയില്ല. ബാങ്കിൽ എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്നും എന്നാൽ പുതിയ നോട്ടുകൾ എത്താത്തതിനാൽ മാറി നൽകാൻ സാധിക്കുന്നില്ലെന്നും SBT പാർലമെന്റ് സ്ട്രീറ്റ് ബ്രാഞ്ച് മാനേജർ DS ചൗഹാൻ പറഞ്ഞു. That definitely right now we don't have much stock, but that, as I said, RBI had made an elaborate arrangement and they have instructed all the currency checks to give it. നിത്യച്ചെലവിന് പണമില്ലാതെ ബുദ്ധിമുട്ടിലാണെന്ന് ബാങ്കിലെത്തി നോട്ട് മാറാനാകാതെ മടങ്ങുന്നവർ.
मेरे पास 4000 है एक्सचेंज कराने के लिए, बट मेरे पास 100 का कोई नोट नहीं है, तो मैं जमा करा दूँ तो मैं खर्चा कहाँ से लाऊं बताओ? कल तक तो वेट करूँ, कल तक आज क्या करूँगा बताओ? അതേസമയം പരമാവധി വേഗത്തിൽ നോട്ടുകൾ ബാങ്കുകളിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്കിന്റെ എല്ലാ കേന്ദ്രങ്ങളിലും നോട്ടുകൾ ബാങ്കുകളിൽ എത്തിക്കാനായി വന്ന വാഹനങ്ങളുടെ നീണ്ട നിരയും കാണാം. നാളെ മുതൽ എല്ലായിടത്തും നോട്ടുകൾ ലഭ്യമാക്കാനുള്ള ശ്രമമാണ് RBI നടത്തുന്നത്. ദില്ലിയിൽ നിന്നും ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം M സന്തോഷ്. ബാങ്ക് നിക്ഷേപങ്ങളിൽ സൂക്ഷ്മ പരിശോധനയ്ക്കൊരുങ്ങിയ കേന്ദ്ര സർക്കാർ ഇന്നു മുതൽ ഡിസംബർ 30 വരെയുള്ള ബാങ്ക് നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ ധനമന്ത്രാലയം പരിശോധിക്കും. 2.5 ലക്ഷം മുതൽ മുകളിലോട്ടുള്ള ബാങ്ക് നിക്ഷേപങ്ങളുടെ റിപ്പോർട്ട് ബാങ്കുകൾ നൽകുമെന്ന് കേന്ദ്ര റവന്യൂ സെക്രട്ടറി അറിയിച്ചു. 500,000 നോട്ടുകൾ നിക്ഷേപമായി വാങ്ങിക്കാൻ സഹകരണ ബാങ്കുകൾക്ക് RBI അനുമതി നൽകി. സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്തയച്ചതിനെ തുടർന്നാണ് ഈ നടപടി. അതേസമയം സഹകരണ ബാങ്കുകളെ ആദായ നികുതി പരിധിയിൽ ഉൾപ്പെടുത്തിയ കേന്ദ്ര തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ അത് മേഖലയെ പ്രതിസന്ധിയിലാക്കുമെന്ന് സഹകരണ മന്ത്രി AC മൊയ്തീൻ വ്യക്തമാക്കി. 500 രൂപ 1000 രൂപ നോട്ടുകൾ അപ്രതീക്ഷിതമായി പിൻവലിച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടിയിലൂടെ കുഴപ്പത്തിലായത് സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ ബാങ്കുകളാണ്. സഹകരണ മേഖലയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ യാതൊരു നിർദ്ദേശവും നൽകിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന മന്ത്രിസഭ പ്രത്യേക യോഗം ചേർന്ന് സംസ്ഥാന സഹകരണ മേഖലയിലെയും ട്രഷറികളുടെയും പ്രവർത്തനത്തിലെ ആശങ്ക കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ തീരുമാനിച്ചത്. ഇതനുസരിച്ച് 500 രൂപ 1000 രൂപ നോട്ടുകൾ പിൻവലിച്ചതിന്റെ ദുരിതം സഹകരണ മേഖലയിലാണെന്നും അതിനാൽ സഹകരണ ബാങ്കുകളുടെ ഇടപാടുകളിൽ വ്യക്തത വരുത്തണമെന്നും ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്തയച്ചു. ട്രഷറിയിലെ ഇടപാടുകളിൽ ഉടൻ വ്യക്തത വരുത്തണമെന്നും സംസ്ഥാന സർക്കാർ കേന്ദ്ര ധനമന്ത്രാലയത്തിന് അയച്ച കത്തിൽ ആവശ്യപ്പെടുന്നു. കോപ്പറേറ്റീവ് സെക്ടറോ സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ടാക്കിയതല്ല, കേന്ദ്ര ഗവൺമെൻറ് ഇത്തരമൊരു കാര്യത്തിൻ്റെ പ്രത്യാഘാതം ഉണ്ടാവും, ഇത് സമൂഹത്തിലെ സാധാരണക്കാരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്നുള്ളത് ആലോചിക്കാതെ നടത്തിയ ഒരു ശ്രമമാണ്. ആ നടപടിയോടല്ല ഞങ്ങൾക്ക് വിയോജിപ്പ്. അതിനാവശ്യമായൊരു മുന്നൊരുക്കം മറ്റുള്ള മേഖലയിലും നടത്താൻ കഴിയണ്ടേ? സഹകരണ ബാങ്കുകളെ ആദായ നികുതിയുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ആനുകൂല്യങ്ങൾ നിക്ഷേപകർക്ക് ലഭ്യമാക്കുന്നതിനായാണെന്നും സഹകരണ മന്ത്രി AC മൊയ്തീൻ വ്യക്തമാക്കി. ആദായ നികുതി പരിധിയിൽ നിന്ന് സഹകരണ സ്ഥാപനങ്ങളെ പഴയ കാലം മുതൽ ഒഴിവുണ്ടായിരുന്നതാണ്. ഇപ്പോൾ ആദായ നികുതി വകുപ്പിൻ്റെ പരിധിയിൽ ഇതൊക്കെ കൊണ്ടുവന്നു. അതിൻ്റെ പ്രശ്നങ്ങൾ അത് പുനഃസ്ഥാപിച്ച് കിട്ടണമെന്നാണ് സഹകരണ മേഖല ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിന് ഒരു പരിരക്ഷയുണ്ടായിരുന്നതാണ് ആദായ നികുതി നിയമത്തിലുള്ള ഇളവുകൾ. ആ ഇളവുകൾ പുനഃസ്ഥാപിച്ച് കിട്ടണം. അപ്പോൾ അതില്ലാതെയാക്കി എന്നുള്ള ആവശ്യമാണ് ഞങ്ങൾ ചെയ്യുന്നത്. എന്നാൽ സഹകരണ മേഖലയിലെ നിക്ഷേപകർക്ക് ആശങ്ക വേണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം ജില്ലാ സഹകരണ ബാങ്കുകളിലും പ്രാഥമിക സഹകരണ ബാങ്കുകളിലും നിക്ഷേപം സ്വീകരിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 1000 രൂപ നോട്ട് വീണ്ടും ഇറക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. പുതിയ ഡിസൈനിലുള്ള നോട്ടാണ് പുറത്തിറക്കുക. അതേസമയം 1000, 500 രൂപ നോട്ടുകൾ പിൻവലിക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി. ധനമന്ത്രാലയത്തിന്റെ നിലപാടറിയാതെ സുപ്രീം കോടതി തീരുമാനമെടുക്കരുതെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടു. കേസ് ചൊവ്വാഴ്ച പരിഗണിക്കും. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക വിഭാഗ സെക്രട്ടറി ശക്തികാന്ത ദാസ് ആണ് 1000 രൂപ നോട്ടുകൾ വീണ്ടും പുറത്തിറക്കുമെന്ന് വ്യക്തമാക്കിയത്. പുതിയ ഡിസൈനിലുള്ള 100 രൂപ നോട്ടുകളും ഉടനെത്തും. അതേസമയം 1000, 500 രൂപ നോട്ടുകൾ പിൻവലിച്ചുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവ് പൊതുജനങ്ങളെ വലയ്ക്കുന്നതും കേന്ദ്ര സർക്കാരിന്റെ സ്വേച്ഛാധിപത്യപരമായ നിലപാടുമെന്നാണ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. അഭിഭാഷകനായ സംഗം ലാൽ പാണ്ഡെയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ഹർജികളാണ് കോടതിയുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. മുൻകരുതലുകളോ പൊതുജനങ്ങൾക്ക് ആവശ്യമായ സമയമോ നൽകാതെയാണ് തീരുമാനമെടുത്തിരിക്കുന്നതെന്ന് ഹർജിയിൽ വ്യക്തമാക്കുന്നു. എന്നാൽ ധനമന്ത്രാലയത്തിന്റെ നിലപാടറിയാതെ തീരുമാനമെടുക്കരുതെന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. ഇതംഗീകരിച്ച സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്നത് അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. സമാനമായ വിഷയത്തിൽ ബോംബെ ഹൈക്കോടതി അവധിക്കാല ബെഞ്ചും സ്വമേധയാ കേസെടുത്തു. സർക്കാർ തീരുമാനത്തിനെതിരെ ഒരു കൂട്ടം അഭിഭാഷകർ വാക്കാൽ പരാമർശം നടത്തിയപ്പോഴാണ് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തത്. അതേസമയം ദില്ലിയിൽ സാമ്പത്തിക വാർത്താലേഖകരുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യവേ ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി തീരുമാനത്തെ പിന്തുണച്ച് വീണ്ടും രംഗത്തെത്തി. ദേശീയ താൽപര്യം പരിഗണിച്ചാണ് നോട്ടുകൾ പിൻവലിച്ചതെന്നും തീരുമാനം സാമ്പത്തിക സ്ഥിരതയ്ക്ക് ആവശ്യമായിരുന്നുവെന്നും ജെയ്റ്റ്ലി അറിയിച്ചു. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. 2 പേരുടെ ജീവനെടുത്ത നോട്ട് നിരോധനം. കയ്യിലിരിക്കുന്ന 2000ന്റെ നോട്ടിന് വിലയില്ല എന്നറിഞ്ഞ് ഉത്തർപ്രദേശിൽ അലക്ക് തൊഴിലാളികളായ സ്ത്രീ കുഴഞ്ഞു വീണ് മരിച്ചു. ചില്ലറയില്ലാത്തതിനാൽ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാതെ 8 വയസ്സുകാരി മരിച്ചതായും റിപ്പോർട്ടുണ്ട്. സമ്പാദ്യം നഷ്ടമാകുമെന്ന് കരുതി ഹൈദരാബാദിലും വൃദ്ധ ആത്മഹത്യ ചെയ്തു. ഈ റിപ്പോർട്ടിലേക്ക് എത്താം. ചെറിയ സാങ്കേതിക തടസ്സം, ഇടവേളയിലേക്ക്
തിരികെ വാർത്തകളിലേക്ക്. കറൻസി പ്രതിസന്ധിയും അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും സൃഷ്ടിച്ച ചാഞ്ചാട്ടത്തിനൊടുവിൽ രൂപയുടെ മൂല്യത്തിൽ വൻ കുതിപ്പ്. ഓഹരി വിപണി ഉണർന്നതോടെ സ്വർണ്ണവിലയിൽ വൻ ഇടിവും രേഖപ്പെടുത്തി. ട്രംപിന്റെ വിജയവും കറൻസി വിഷയവുമെല്ലാം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ പ്രതിഫലനം സൃഷ്ടിക്കുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇന്നും കാണാനാകുന്നത്. രൂപയുടെ വിനിമയ മൂല്യം ഡോളറിനെതിരെ 66.34 2 മാസത്തിനിടയിലെ ഉയർന്ന നിരക്കാണ് രേഖപ്പെടുത്തിയത്. ഉണർവോടെയാണ് ഓഹരി വിപണിയും വ്യാപാരം തുടങ്ങിയത്. സെൻസെക്സ് 368 പോയിന്റ് നേട്ടത്തിൽ 27,621 നിഫ്റ്റി 114 പോയിന്റ് നേട്ടത്തോടെ 8,559 വ്യാപാരം തുടങ്ങി. BSEയിലെ 270 കമ്പനികളുടെ ഓഹരികൾ നേട്ടത്തിലും 25 ഓഹരികൾ നഷ്ടത്തിലുമാണ്. സൺഫാർമ, ICICI ബാങ്ക്, അദാനി പോർട്സ്, ആക്സിസ് ബാങ്ക് തുടങ്ങിയ ഓഹരികൾ നേട്ടം കൊയ്തു. കഴിഞ്ഞ ദിവസത്തെ നഷ്ടം ഓഹരി സൂചികകൾ തിരിച്ചുപിടിച്ചു. ഇന്നലെ വൻ ഇടിവാണ് ഓഹരി വിപണി രേഖപ്പെടുത്തിയത്. കറൻസിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കപ്പെടുന്നു എന്ന റിപ്പോർട്ടുകൾ വിപണിക്ക് മുതൽക്കൂട്ടായി. ഈയൊരു മുന്നേറ്റം തുടരും എന്ന് തന്നെയാണ് സാമ്പത്തിക മേഖലയിൽ നിന്നുള്ള കണക്കുകൂട്ടലുകൾ. ആഗോള സാമ്പത്തിക മേഖലയിൽ ട്രംപിന്റെ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന വിശകലനങ്ങളും വിപണിക്ക് മുതൽക്കൂട്ടായി. അതേസമയം സ്വർണ്ണവിലയിൽ വൻ ഇടിവാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. ഗ്രാമിന് 75 രൂപ കുറഞ്ഞ് 2,860 പവന് 600 രൂപയാണ് ഒറ്റയടിക്ക് കുറഞ്ഞത്. ഇന്നലെ രാവിലെ ഗ്രാമിന് 2,915 രൂപ എന്ന നിലയിലായിരുന്നു. 2 മണിക്കൂർ പിന്നിട്ടപ്പോൾ 2,935 എന്ന നിലയിലേക്ക് സ്വർണ്ണവില ഉയർന്നു. റെക്കോർഡ് വിലയായിരുന്നു ഇന്നലെ രേഖപ്പെടുത്തിയത്. ബിസിനസ് ഡെസ്ക്. കറൻസി അസാധുവാക്കിയതിന്റെ പ്രത്യാഘാതം സിനിമാ മേഖലയിലും. നാളെ റിലീസ് ചെയ്യാനിരുന്ന 2 മലയാള സിനിമകളുടെ റിലീസിംഗ് മാറ്റിവെച്ചു. ജനം തിയേറ്ററുകളിലേക്ക് എത്തില്ലെന്ന ആശങ്ക മൂലമാണ് റിലീസിംഗ് മാറ്റിയത്. ദിലീപ് നിർമ്മിച്ച നാദിർഷ സംവിധാനം ചെയ്യുന്ന കട്ടപ്പനയിലെ ഋതിക് റോഷനും ധ്യാൻ ശ്രീനിവാസൻ നായകനാകുന്ന ഒരേ മുഖവുമാണ് റിലീസിംഗ് മാറ്റിവെച്ച മലയാള ചിത്രങ്ങൾ. അതേസമയം 2 തമിഴ് ചിത്രങ്ങൾ നാളെ തന്നെ തിയേറ്ററുകളിൽ എത്തും. ദിലീപും ഡോക്ടർ സ്കറിയ തോമസും ചേർന്ന് നിർമ്മിച്ച് നാദിർഷ സംവിധാനം ചെയ്യുന്ന കട്ടപ്പനയിലെ ഋതിക് റോഷനും ധ്യാൻ ശ്രീനിവാസനെ നായകനാക്കി സജിത് ജഗന്നാഥൻ സംവിധാനം ചെയ്യുന്ന ഒരേ മുഖവുമാണ് വെള്ളിയാഴ്ച റിലീസ് ചെയ്യാനിരുന്ന മലയാള ചിത്രങ്ങൾ. കേന്ദ്ര സർക്കാരിന്റെ അപ്രതീക്ഷിത സാമ്പത്തിക പരിഷ്കാരം ഏൽപ്പിച്ച പ്രഹരമാണ് റിലീസിംഗ് മാറ്റിവെക്കാൻ ഇടയാക്കിയത്. 500ന്റെയും 1000ന്റെയും നോട്ടുകൾ അസാധുവാക്കിയ പശ്ചാത്തലത്തിൽ ആവശ്യത്തിന് 100 രൂപ കറൻസികൾ വിപണിയിൽ ലഭ്യമാകാത്ത സാഹചര്യത്തിൽ ജനം തിയേറ്ററിലേക്ക് എത്തില്ലെന്ന ആശങ്കയാണ് ചിത്രങ്ങളുടെ അണിയറ പ്രവർത്തകർക്കുള്ളത്. ഒരേ മുഖത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായ ജയലാൽ മേനോൻ. സ്വാഭാവികമായിട്ടൊരു ഫാമിലി പ്രാഥമിക കാര്യങ്ങളിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത ശേഷം മാത്രമേ എൻ്റർടൈൻമെൻറ്റ് പോലെ സിനിമ പോലത്തതിലേക്ക് വേണ്ടി പൈസ മുടക്കത്തുള്ളൂ. പ്രത്യേകിച്ചും ഇതിനൊരു വ്യക്തത ഇല്ലാത്തതുകൊണ്ട് അവർ ഡെഫിനറ്റായിട്ടും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും. അതിനുശേഷം മാത്രമേ അവർ സിനിമ പോലത്തെ ഇതിന് വേണ്ടിയിട്ട് പൈസ മാറ്റി വയ്ക്കാനും പോകാനും തയ്യാറാകത്തുള്ളൂ. അപ്പോൾ നിലവിലെ ഒരു ഞങ്ങളുടെ തീരുമാനം എന്ന് വെച്ചാൽ ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൊരു സിനിമ പോലത്തെ മീഡിയം ആകുമ്പോൾ ഫസ്റ്റ് ഒരു 2 വീക്കാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കളക്ഷൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ അറിയുന്നവരെ തൽക്കാലം ഹോൾഡ് ചെയ്ത് വയ്ക്കുക, എന്നിട്ട് നമുക്ക് റിലീസ് ഡേറ്റിനെ കുറിച്ച് ചിന്തിക്കാമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നലെയും ഇന്നുമായി തിയേറ്ററുകളെല്ലാം വിജനമായ അവസ്ഥയിലാണ്. കുറച്ചാളുകൾക്ക് വേണ്ടി ഷോ നടത്താൻ തിയേറ്ററുകൾ നിർബന്ധിതരാകുന്നു. ടിക്കറ്റ് എടുത്താൽ ബാക്കി കൊടുക്കാൻ പണമില്ലാത്ത പ്രശ്നം പലയിടത്തുമുണ്ട്. പുതിയ നോട്ടുകൾ ബാങ്കുകളിൽ നിന്ന് കൊടുത്തു തുടങ്ങിയെങ്കിലും അതിനും പരിധിയുണ്ട്. മാത്രമല്ല പണമൊഴുക്ക് സജീവവും സുഗമവുമാകാൻ ദിവസങ്ങളെടുക്കും. അത് കഴിഞ്ഞു മതി റിലീസിംഗ് എന്നാണ് ചിത്രങ്ങളുടെ അണിയറ പ്രവർത്തകരുടെ തീരുമാനം. അതേസമയം ജയറാമിന്റെ മകൻ കാളിദാസൻ നായകനാകുന്ന ആദ്യ തമിഴ് ചിത്രം മീൻകുഴമ്പും മൺപാനിയും, ചിമ്പു, മഞ്ജിമ മോഹൻ എന്നിവരെ നായികനായകന്മാരാക്കി ഗൗതം മേനോൻ അണിയിച്ചൊരുക്കിയ അച്ചം 80 മടമേട എന്ന ചിത്രവും വെള്ളിയാഴ്ച തന്നെ തിയേറ്ററുകളിലെത്തും. കൊച്ചിയിലെ തിയേറ്ററുകൾ ഇപ്പോൾ തന്നെ ഏതാണ്ട് വിജനമാണ്. വിപണിയിൽ പണത്തിന്റെ ഒഴുക്ക് സുഗമമാകാൻ ഏതാണ്ട് ദിവസങ്ങൾ തന്നെ വേണ്ടിവരും. ജനത്തിന്റെ കയ്യിൽ അവശേഷിക്കുന്ന കറൻസികൾ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ അവർ നിർബന്ധിതരാകുകയാണ്. കൊച്ചിയിൽ നിന്നും അലക്സ് റാം മുഹമ്മദ്. നോട്ടുകൾ റദ്ദാക്കൽ മൂലം ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ കേന്ദ്രം പരിഹരിക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കേന്ദ്രം ഇതിനായി അടിയന്തര നടപടികൾ സ്വീകരിക്കണം. കേന്ദ്ര നടപടി രാഷ്ട്രീയ നേട്ടം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണെന്നും കോടിയേരി പറഞ്ഞു. വേണ്ടത്ര തയ്യാറെടുപ്പില്ലാതെയാണ് കേന്ദ്രം നോട്ടുകൾ റദ്ദാക്കിയത്. കള്ളപ്പണത്തെ ഇല്ലാതാക്കാനല്ല, മറിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാണ് കേന്ദ്രത്തിന്റേതെന്നും കോടിയേരി ബാലകൃഷ്ണൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. സൗമ്യ വധക്കേസിൽ സുപ്രീംകോടതി ആവശ്യപ്പെട്ടതനുസരിച്ച് നാളെ ഹാജരാകുമെന്ന് മുൻ ജസ്റ്റിസ് മാർക്കണ്ഡേയ കഡ്ജു. സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദചാമിയുടെ വധശിക്ഷ പുനഃസ്ഥാപിക്കാൻ കോടതിയോട് ആവശ്യപ്പെടുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നാളെയാണ് സൗമ്യ വധക്കേസിലെ പുനഃപരിശോധന ഹർജിയിൽ തുടർവാദം കേൾക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ചിന് മുൻപാകെ ഹാജരാകുമെന്നും കഡ്ജു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു. കോടതി വിധിയെ കഡ്ജു ഫേസ്ബുക്കിലൂടെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു. തുടർന്ന് കഡ്ജുവിനോട് കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് നോട്ടീസ് അയക്കുകയായിരുന്നു. നേരിട്ട് ഹാജരായി വിശദീകരണം നൽകാനായിരുന്നു നോട്ടീസിൽ ആവശ്യപ്പെട്ടിരുന്നത്.
രണ്ടാം മാറാട് കൂട്ടക്കൊലക്കേസ് അന്വേഷണം ഹൈക്കോടതി സിബിഐക്ക് വിട്ടു. കലാപത്തിനു പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം. കോഴിക്കോട് സ്വദേശി കൊളക്കോടൻ മൂസ ഹാജി സമർപ്പിച്ച ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. മാറാട് അന്വേഷണ കമ്മീഷനായ ജസ്റ്റിസ് തോമസ് പി ജോസഫ് സർക്കാരിന് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ രണ്ടാം മാറാട് കലാപത്തിന് പിന്നിലെ തീവ്രവാദ ബന്ധം പ്രത്യേക കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നായിരുന്നു കൊളക്കാടൻ മൂസ ഹാജി സമർപ്പിച്ച ഹർജിയിലെ പ്രധാന ആവശ്യം. കേസന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് സിബിഐ ഹൈക്കോടതിയെ നേരത്തെ അറിയിച്ചിരുന്നു. അന്വേഷണം സിബിഐക്ക് വിടുന്നതിൽ എതിർപ്പില്ലെന്ന് സംസ്ഥാന സർക്കാരും കോടതിയെ അറിയിച്ചിരുന്നു. രണ്ടാം മാറാട് കലാപത്തിന്റെ വിവിധ വശങ്ങൾ സംബന്ധിച്ച് വിശദമായി അന്വേഷണം നടത്തണമെന്ന് സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരുന്നു. ഈ റിപ്പോർട്ട് കോടതി പരിശോധിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഹർജിക്കാരന്റെ ആവശ്യം അംഗീകരിച്ച് കേസിൽ സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. കലാപത്തിന് പിന്നിലെ ഗൂഢാലോചന സിബിഐ അന്വേഷിക്കണം. നിലവിൽ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് ഇത് സംബന്ധിച്ച മുഴുവൻ രേഖകളും സിബിഐക്ക് കൈമാറാനും ചീഫ് ജസ്റ്റിസ് മോഹൻ എം ശാന്തനഗൌഡർ അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. 2003 മെയ് 2 മാറാട് കടപ്പുറത്ത് നടന്ന കൂട്ടക്കൊലയിൽ 9 പേരാണ് കൊല്ലപ്പെട്ടത്. മുൻ LDF സർക്കാർ സിബിഐ അന്വേഷണം വേണമെന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നതെങ്കിലും അന്നത്തെ UPA സർക്കാർ എതിർ നിലപാടെടുക്കുകയായിരുന്നു. എന്നാൽ കേന്ദ്രത്തിൽ ഭരണം മാറിയതോടെ സിബിഐ കോടതിയിൽ നിലപാട് മാറ്റുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. രണ്ടാം മാറാട് കലാപം സിബിഐ അന്വേഷിക്കാനുള്ള തീരുമാനം സ്വാഗതം ചെയ്യുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൂട്ടിക്കൊല സിബിഐ അന്വേഷിക്കണമെന്ന് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മാറാട് കേസിൽ നേരത്തെ തന്നെ ഉള്ളൊരു ആവശ്യമായിരുന്നു ഈ കാര്യം. അതുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷണം നടക്കുകയും കോടതി നടപടികൾ സ്വീകരിക്കുകയൊക്കെ ചെയ്തെങ്കിലും അതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണം എന്നത് അപ്പം തന്നെ ഉയർന്നു വന്ന ആവശ്യമായിരുന്നു. അത് ഇപ്പോൾ തീരുമാനം വന്നത് സ്വാഗതാർഹമായ നിലപാട് തന്നെയാണ്. കണ്ണൂരിൽ RSSകാർ വെട്ടിക്കൊലപ്പെടുത്തിയ വളാങ്കിച്ചാൽ മോഹനന്റെ കുടുംബത്തിന് ധനസഹായം കൈമാറുന്ന ചടങ്ങിൽ കോടിയേരി ബാലകൃഷ്ണൻ സംസാരിക്കുന്നു. തത്സമയം. ഇന്ന് കോൺഗ്രസ് ആയവൻ നാളെ BJP ആവും എന്ന പ്രതീക്ഷയിൽ കോൺഗ്രസും BJPയും ഭായി കളിക്കുകയല്ലേ. മുസ്ലിം ലീഗിന് RSSനോട് വിരോധമുണ്ടോ? RSSന് മുസ്ലിം ലീഗിനോട് വിരോധമുണ്ടോ? രണ്ടു കൂട്ടർക്കും യാതൊരു വിരോധവുമില്ല. കാരണം മുസ്ലിം ലീഗ് RSS എതിരാൻ അവർക്ക് പറ്റില്ല. RSSനെ എതിരിടണമെങ്കിൽ അവരുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിനെതിരെ ബദൽ പ്രത്യയശാസ്ത്രം ഉയർത്തുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്, CPIM ആണ്, ഇടതുപക്ഷമാണ്. അതുകൊണ്ടാണ് BJP RSS അവരുടെ ആക്രമണത്തിന്റെ കുന്തമുന CPM-ന് നേരെ തിരിച്ചു വെച്ചിരിക്കുന്നത്. 1980 ശേഷം കേരളത്തിൽ നടന്ന കൊലപാതകങ്ങൾ, CPM-ന് നേരെ നടത്തിയ കൊലപാതകം നോക്കിയാൽ നമ്മുടെ പാർട്ടിയുടെ 204 പ്രവർത്തകന്മാർ കേരളത്തിൽ കൊല ചെയ്യപ്പെട്ടു. 204 നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കൾ ജീവത്യാഗം ചെയ്യേണ്ടി വന്നത് അവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടല്ല. അതിൽ 8 വയസ്സുള്ള ഫഹദ് എന്നൊരു കുട്ടിയുണ്ട് കാസർഗോഡ്. ആ 8 വയസ്സ് പ്രായമുള്ള ഫഹദ് എന്ന് പറയുന്ന കുട്ടി സ്കൂളിൽ പോകുമ്പോഴാണ് ഒരു RSSകാരൻ ആ കുട്ടിയെ വെട്ടിക്കൊന്നത്. അവനെ പോലീസ് പിടിച്ചു. പോലീസിൽ അവൻ മൊഴി കൊടുത്തിരിക്കുകയാണ് RSSകാരൻ. ഞാൻ ഈ ഫഹദിന്റെ ഉപ്പയെ കൊല്ലാൻ, മാർക്സിസ്റ്റുകാരനെ കൊല്ലാൻ കുറേ ദിവസമായി നോക്കുന്നു. അവനെ കിട്ടിയില്ല. അവനെ കിട്ടാതെ വന്നപ്പോൾ അവന്റെ മകൻ എൻ്റെ മുമ്പിൽ പെട്ടു. ഞാൻ അവനെ വെട്ടിക്കൊന്നു. മാർക്സിസ്റ്റ് വിരോധം മൂത്താൻ എവിടെ എത്തും എന്നതിന് തെളിവല്ലേ ആ ഫഹദിന്റെ കൊലപാതകം. ഈ എരുവട്ടിയിലെ സരോജിനി അമ്മ, CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് സരോജിനി അമ്മയുടെ മകൻ. സരോജിനി അമ്മയുടെ വീട്ടിൽ RSSകാർ ചെന്നത്